മാതൃകയാ ഉമ്മയില്ലാത്ത ജീവിതം ഒരിക്കലും ഒരു മാനവന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാ. നമ്മുടെ ഉമ്മമാർ ചെയ്ത സേവനം വലിയ സേവനങ്ങളാ. മക്കളോട് കാരുണ്യത്തിൻ്റെ സേവനം, കാരുണ്യത്തിൻ്റെ സർവപാതകളും ചെയ്തത് മക്കളോടാ. എന്തൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു ഉമ്മയുള്ള കാലം. അതല്ലേ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞു, മൂസ നബിയേ അവിടെ നിന്ന് സൂക്ഷിച്ചേ, ഇനി തൂർസീന പർവ്വതത്തിൽ കയറാവൂ. കാരണം ഇന്നലെ വരെ നിങ്ങളെ ഉമ്മയുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം, ഇന്ന് ഉമ്മയില്ല. ഒരു ശ്രീവർഗത്തിൻ്റെ വല്ലാത്ത അത്ഭുതമാണ് ഉമ്മ. അടിച്ചമർത്തപ്പെട്ട വേദനകൾക്ക് ശമനമാണ് ഉമ്മ. എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ വേദനകളിലും, എല്ലാ രോഗങ്ങളിലും, എല്ലാ പ്രയാസങ്ങളിലും വല്ലാത്ത ശമനമാണ് ഉമ്മ. ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ ആ ഉമ്മയുടെ വേദനയറിയൂ. ഉമ്മ ഉള്ളപ്പോൾ ഉമ്മയുടെ വിലയറിയില്ല. ഒരു വല്ലാത്ത ദാഹമാണ് ഉമ്മ. വല്ലാത്ത ഒരു വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചിറകുകൾ ചാർത്തി നമുക്ക് വല്ലാത്ത തേരോട്ടം തരുന്ന വനിതയാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഉമ്മമാരെ കുറിച്ച് പറഞ്ഞത് നിൻ്റെ ഉമ്മയുടെ കാലിൻ്റെ അടിയിലാ. ഓ മോനെ, മോളെ, നിൻ്റെ സുബർഖമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാ വാപ്പയെക്കുറിച്ചും അല്ലാഹു റസൂല് പറഞ്ഞു, നിൻ്റെ വാപ്പ സ്വർഗത്തിൻ്റെ മധ്യഭാഗത്താ, മുത്തവസ്സിത്തിലായ നിലയിലാ. അതുകൊണ്ട് വാപ്പ ഉമ്മ ഉള്ള കാലമാണ് മക്കൾക്ക് സുവർണ കാലഘട്ടമെന്ന് മഹാന്മാർ മുഖാന്തരം പഠിപ്പിക്കുകയാണ്. നിൻ്റെ ആദ്യത്തെ നഴ്സറി നിൻ്റെ വീട്ടിനടുത്തുള്ള നഴ്സറിയല്ല, മറിച്ച് നിൻ്റെ ഉമ്മയുടെ മടിത്തട്ടാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഉമ്മക്ക് എന്ത് സേവനം ചെയ്താലും, എത്ര സേവനങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്താലും തീരാത്ത ലോകമാണ്. അതല്ലേ വലാ തക്കുല്ല ഉമ്മ ഉഫിൻ എന്ന വർത്തമാനം നിൻ്റെ ഉമ്മയോട്, നിൻ്റെ ഉപ്പയോട്, പിതാവിനോട് നീ പറയല്ല മകനേ, മകളേ. ജന്നത്തുക്കാവനാറുക്ക, അവർ നിങ്ങളുടെ സ്വർഗവും നരകവുമാണ്. മറിച്ച് നിങ്ങൾ പറയേണ്ടത് കൗലൻ കരീമാ, മാന്യമായ വർത്തമാനം നിൻ്റെ ഉമ്മയോട്, നിൻ്റെ ഉപ്പയോട് നീ ഒന്ന് സംസാരിക്കണേ, നീ ഒന്ന് വർദ്ധിക്കണേ എന്ന് ഖുർആൻ. മാതാപിതാക്കളെ ഖബറിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, എൻ്റെ മക്കൾ വരുന്നുണ്ടോ, എൻ്റെ വേണ്ടപ്പെട്ടവർ വരുന്നുണ്ടോ എന്നെ സന്ദർശിക്കാനെന്ന്. അവർ ഇങ്ങനെ കാത്തിരിക്കുമെന്ന് മഹാന്മാരായ മുസന്നിഫീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഉന്നതമായ സ്വർഗം കൊടുക്കട്ടെ, അവിടെ പൊരുത്തമുള്ള മക്കളായി നമ്മളെ സ്വീകരിക്കട്ടെ. മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ കുടുംബങ്ങളെല്ലാം നിശ്ചലമാകുകയാണ്. രണ്ട് തൊരീക്കുള്ള കുടുംബങ്ങളും പിന്നെ മക്കളോട് വല്ലാത്ത പ്രസക്തിയില്ലാത്ത ലോകത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നെന്ന് ചിന്തിക്കേണ്ടതുണ്ട്.